ഇതേതാ പ്ലാന്റ് എന്നറിയാമോ? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നില്ലേ ഇവിടെ. അപ്പോൾ അതിൽ രജനി ചേച്ചി എന്നൊരു ചേച്ചി കൊണ്ടുവന്ന കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കൊണ്ടുവന്ന സമയത്ത്. നല്ല പൂക്കളാണ്. എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷേ ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ വാടി തുടങ്ങി. ഒത്തിരി നാളെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ജനുവരിയിലല്ല മെയ്യിലല്ല വന്നത്. മെയ് വന്നു, മെയ്യിൽ അവർ വന്നു. മെയ്, ജൂൺ, ജൂലൈ 2 months കൂടുതലായി. സി സ്റ്റിൽ അത് നല്ല ഇതായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ ലീവ്സൊക്കെ നല്ല ഫ്രഷാണ്. പക്ഷേ പൂക്കളൊക്കെ കണ്ടോ നല്ലതായിട്ട് വാടി കരിഞ്ഞു. ഏകദേശം ഇത്രയും നാൾ നിന്നു. എന്നിട്ടും അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് നമ്മുടെ ഈ റോസ ചെടിയൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യത്തില്ല, അതേപോലെ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഒന്ന്, ഈ വാടിപ്പോയ ഫ്ലവേഴ്സൊക്കെ ഒന്ന് മാറ്റി നോക്കാം. കാരണം ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇത് കണ്ടോ പുതിയ ബഡ്സ് വരുന്നുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിക്കേ. അപ്പോൾ അവർക്ക് സ്പേസ് ഇല്ല. കാരണം ഈ പഴയതെല്ലാം ഇങ്ങനെ വാടിയ പൂക്കളൊക്കെ നിന്നിട്ടെ അവർക്ക് സ്പേസ് കൊടുക്കുന്നില്ല. അപ്പം ഞാനിതെല്ലാം ഈ വാടിയ പൂക്കളെല്ലാം അതിൽ നിന്ന് മാറ്റുക കേട്ടോ. നോക്കാമല്ലോ നമുക്കിത് എങ്ങനെ വരുമെന്നത് കഴിഞ്ഞിട്ട്, ഇത് മാറ്റിയതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിറച്ച് പൂത്ത് വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, കണ്ടോ ഇത്രയും പൂക്കൾ പഴകിയതാണ് കേട്ടോ. ഞാനത് മാറ്റി, കുറച്ച് ലീവ്സൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയായിരുന്നു. ഇനി അതിന് ശേഷമുള്ളത് കണ്ടോ ഇതെല്ലാം പുതിയ ബഡ്സാണ്. എന്ത് ഭംഗിയാണ് നോക്കിക്ക്, വലിയ ഭംഗിയല്ലേ. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പുതിയ ഇത് വരുന്നുണ്ട് കണ്ടോ, ലീവ്സൊക്കെ. സി സോ വീണ്ടും നന്നായിട്ട് തളിർത്ത് നന്നായിട്ട് പൂക്കളൊക്കെ വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ.